മന്ത്രവാദം നടത്തി രോഗം മാറ്റാമെന്ന് പെടുന്നവർക്കിടയിൽ ആശുപത്രി തുടങ്ങിയവരാണ് കന്യാസ്ത്രീകളെന്നാണ് ഇപ്പോൾ ബ്രിട്ടാസ് പറയുന്നത്. ബ്രിട്ടാസ് അതിവേഗം തന്നെ ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. ഇത്തരം വിവാദ പ്രസ്താവനകളും തുടരുകയാണ്. പക്ഷേ അയൽ സംസ്ഥാനമായ ബംഗാളിൽ ബംഗാളിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം മുസ്ലിം തീവ്രവാദികൾ കൊലപ്പെടുത്തിയപ്പോൾ, ജിഹാദികൾ കൊലപ്പെടുത്തിയപ്പോൾ മൗനം പാലിച്ച ഒരാളാണല്ലോ ബ്രിട്ടാസ്. തീർച്ചയായിട്ടും. പറഞ്ഞതുപോലെ ബംഗാളിൽ അവിടെ ചെന്ന് ആ സഖാക്കളുടെ കുടുംബാംഗങ്ങളെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ രാജ്യസഭാ എം പി കൂടിയായ ബ്രിട്ടാസിന് സമയമില്ല. അതിന് ബ്രിട്ടാസ് തയ്യാറുമല്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ പറന്നെത്തും. അവിടെ ഈ കന്യാസ്ത്രീ മഠത്തിൽ പോയി മറ്റ് കന്യാസ്ത്രീകളെയൊക്കെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ കൂടെയുണ്ട് പറയുകയും ചെയ്തത്. പിന്നെ സ്വാഭാവികമല്ലേ, ബ്രിട്ടാസ് ലത്തീൻ കത്തോലിക്കനായ ബ്രിട്ടാസിന് അതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? മാമോദിസ വെള്ളം തലയിൽ വീണതല്ലേ. അപ്പോൾ പിന്നെ ഈ ക്രിസ്തുവിലുള്ള പ്രേമം എത്ര മറച്ചു വെച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ മറനീക്കി പുറത്തു വരും. ഈ നീലച്ചായത്തിൽ വീണ ഒരു കുറുക്കൻ്റെ കഥയുണ്ട്. ഈ കുറുക്കൻ കാട്ടിൽ ഒരു ദിവസം ഒരു വിചിത്ര ജീവി എത്തി. നീല നിറം, കണ്ടാൽ കുറുക്കനെ പോലെ ഇരിക്കും, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മൃഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആകെ പരിഭ്രാന്തരായി, ഇതാരാണപ്പാ. അപ്പോൾ ഈ ഇങ്ങനെ മിണ്ടാതെ ഒരു ഒരു സന്യാസിയെ പോലെ മൗനം പാലിച്ച് ഇരിക്കുന്ന ആ ജീവിയെ മൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടുത്തെ രാജാവായിരുന്ന സിംഹത്തെ പിടിച്ച് മാറ്റിയിട്ട് ഈ കുറുക്കനെ രാജാവാക്കി. ഞാൻ ഒരു ദിവസം രാത്രി, ഈ നിലാവുള്ള രാത്രിയിൽ ഈ കുറുക്കന്മാർ ഓരിയിടും. അതൊരു കുറുക്കന്മാരുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒരു നിലാവുള്ള രാത്രിയിൽ ആ കാട്ടിലെ കുറുക്കന്മാരെല്ലാം കൂടെ ഓരിയിട്ടു. അപ്പം ഈ കുറുക്ക സ്വന്തം വർഗത്തിലുള്ളവരിങ്ങനെ ഓരിയിടുമ്പോൾ ഈ നീലച്ചായത്തിൽ വീണ ഈ കുറുക്കൻ, ഈ നീല നിറമുള്ള കുറുക്കനും അറിയാതെ ഓരിയിട്ട് പോയി. അപ്പോഴാണ് ക്ഷമിക്കണം, ആ കാട്ടിലെ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞത് ഇത് കുറുക്കനാണ്. ഒരാ കുറുക്കനെ തല്ലി ഓടിച്ചു. ഈ കഥ ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബ്രിട്ടാസിന് ബംഗാളിലെ സ്വന്തം പിന്നെ സഖാക്കന്മാർ അടികൊണ്ടും വെട്ടുകൊണ്ടും കുത്തുകൊണ്ടും ഒക്കെ ചത്ത്, ജിഹാദികളുടെ അടിയും വെട്ടും കുത്തും കൊണ്ട് ചത്തിട്ട് ഒരു വിഷമവുമില്ല, ഒരു സങ്കടവുമില്ല. പക്ഷേ ഈ ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ നിയമം ലംഘിച്ച കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ്. അത് ഈ പറഞ്ഞതുപോലെ നീലച്ചായം അദ്ദേഹത്തിന്റെ നവോത്ഥാനം അങ്ങ് ഛത്തീസ്ഗഡിൽ വരെ എത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശം തന്നെ, മന്ത്രവാദം നടത്തി രോഗം മാറ്റാമെന്ന് അവകാശപ്പെടുന്നവർക്കിടയിൽ ആശുപത്രി തുറന്നവരാണ് ഇവരെന്നാണ്. പക്ഷെ അങ്ങനെ ഈ മന്ത്രവാദം നടത്തുന്നവരുടെ ഇടയിലേക്ക് വന്ന് ആശുപത്രി തുറക്കുന്നവർക്ക് മതപരിവർത്തനം നടത്താനും മനുഷ്യക്കടത്ത് നടത്താനും ഒന്നും ഇന്ത്യൻ ശിക്ഷാ നിയമം ഒന്നും അനുവദിക്കുന്നില്ല. ഇന്ത്യയിലെ ഭരണഘടനയെ അനുവദിക്കുന്നില്ല. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ബ്രിട്ടാസ്. അവർ വന്ന് ആശുപത്രി തുറന്നു എന്ന് വെച്ച് അതിൻ്റെ അർത്ഥം അവർക്ക് അവിടെ ആശുപത്രി നടത്താം. ന്യായമായ ഒരു ഫീസ് ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആശുപത്രി നടത്താം. പക്ഷെ അതിൻ്റെ പേരിൽ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ മതം മാറ്റാമെന്നാണ് വിചാരിക്കണമെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അത് ബ്രിട്ടാസ് മടക്കി പോക്കറ്റിലങ്ങ് വെച്ചാൽ മതി. അതൊന്നും നടക്കില്ല. അത് ഇനി ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇന്ത്യയിൽ ഇനി ഇത് വേവില്ല. അത് വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ ബ്രിട്ടാസ്, മന്ത്രവാദം നടക്കുന്നവരുടെ ഇടയിലേക്ക് വന്ന് ആശുപത്രി തുറന്നു എന്ന്. അവിടെ സമാനമായി ഇതേ ഈ ദുർഗ് ജില്ലയിൽ തന്നെ, ഈ ദുർഗിലാണല്ലോ ബ്രിട്ടാസ് പോയത്. അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിൽ ചെന്നാണ് ബാക്കിയുള്ള കന്യാസ്ത്രീകളെയൊക്കെ ആശ്വസിപ്പിച്ചത്. നമ്മളിപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ പള്ളിയുണ്ട്, മഠമുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരെ ഒന്നും ആരും ആക്രമിക്കുന്നില്ല. ഒരു ബജ്രംഗളുകാരനും അവരെ തേടി ചെല്ലുന്നില്ല, അല്ലേ? അവരവിടെ സുരക്ഷിതരാണ്, ഒരു കുഴപ്പമില്ല അവർക്ക്. പക്ഷേ ആ ദുർഗ് ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു സംഭവം ബ്രിട്ടാസ് ഓർക്കണം, തിരിച്ചറിയണം. അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് ബാഗ്ദുമർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സ്കൂളിൽ നടന്നതാണ്. മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന സംഭവമാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവാൻ കോൾവിൻ എന്ന് പറയുന്ന ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ? 3.5 വയസ്സുള്ള ഒരു നഴ്സറി കുട്ടിയെ അടിച്ചൊരു പരുവമാക്കി വായിൽ ടേപ്പ് ഒട്ടിച്ചു കളഞ്ഞു, കൈ പിടിച്ച് തിരിച്ചു. എന്തിനാണ് ഈ ക്രൂരകൃത്യം ഈ 3.5 വയസ്സുള്ള കുട്ടിയോട് ചെയ്തത് എന്ന് കേൾക്കണോ? ആ കുട്ടി രാവിലെ കണ്ടപ്പോൾ രാധേ രാധേ എന്ന് പറഞ്ഞ് ഇവരോട് അഭിവാദ്യം ചെയ്തു. ഈ
പൊതുവേ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ ഉണ്ട്. ഈ ഗോത്രവിഭാഗങ്ങൾക്കിടയിലൊക്കെ, ഗോത്രവിഭാഗങ്ങളല്ല ഗ്രാമങ്ങളിൽ പോലും അതുണ്ട്. നമ്മളെ കാണുമ്പോൾ അവർ രാം രാം സാബ് എന്ന് പറയും. അതുപോലെ ജയ് സീതാറാം പറയും ബീഹാറിൽ. അതുപോലെ ജയ് ശ്രീറാം പറയും, ജയ് ശ്രീകൃഷ്ണ പറയും, ജയ് ഹനുമാൻ പറയും. ഇങ്ങനെയൊക്കെ അഭിവാദ്യം ചെയ്യുന്ന ഓരോ ഗോത്രങ്ങൾ, അത് അവരുടെ ഗ്രാമത്തിൻ്റെ, അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ ഇവർ പറയുന്നത്? അവരെന്തോ നികൃഷ്ടരും അപരിഷ്കൃതരും സംസ്കാരമില്ലാത്തവരുമാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? അവരാ ഗ്രാമത്തിൽ കാലങ്ങളായിട്ട് അവർ പിന്തുടർന്ന് വരുന്നതാണ്. നിങ്ങളെന്തിനാ അവരെ ശല്യപ്പെടുത്താൻ പോകുന്നത്? അവരവിടെ ജീവിച്ചോട്ടെ. അതല്ല, അവരെ ഞങ്ങൾ എങ്ങനെ യൂറോപ്പുകാരാക്കി മാറ്റും, യൂറോപ്യൻ സംസ്കാരം അവിടേക്ക് അതാണ് ബ്രിട്ടാസ് ഉദ്ദേശിക്കുന്നത്. ആ പറങ്കികളുടെ സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവരണം. പറങ്കികളുടെ സംസ്കാരം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് ഈ നാട്ടിൽ പറങ്കികൾ വന്നതിന് ശേഷം ഉണ്ടായ ഒരു രോഗത്തിൻ്റെ പേര് പറയാം. പറങ്കിപ്പുണ്ണെന്നാണ് അതിന് പറയുന്നത്. ആ രോഗം എങ്ങനെ വരണം എന്നുള്ളത് ഇവിടെ ഇരുന്നൊരു ചർച്ചയിലിരുന്ന് പറയാൻ കൊള്ളില്ല. പറങ്കികൾ കൊണ്ടുവന്ന് ഇന്ത്യൻ നാട്ടിൽ വിതച്ചിട്ട് പോയൊരു രോഗമാണ്. ആ പറങ്കികളുടെ സംസ്കാരമാണ് ഇവിടെ പൂത്തുലയേണ്ടത്. അങ്ങനെയാണോ? അതാണോ ബ്രിട്ടാസ് ഉദ്ദേശിക്കുന്നത്? ഇനി ഈ പറഞ്ഞ ഈ കോൾവിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതേ ജില്ലയിലാണ്, ഈ ദുർഗ് ജില്ലയിലാണ്. എന്താ ബ്രിട്ടാസിന് ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാനില്ലേ? ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മുഖത്ത് അടിച്ച് പരിക്കേൽപ്പിച്ച് അതിൻ്റെ കൈ പിടിച്ച് തിരിച്ച് ക്രൂരമായി മർദ്ദിച്ച് വായിൽ ടേപ്പ് ഒട്ടിച്ച് കളഞ്ഞു. കേരളത്തിലെ ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. നേരെ മറിച്ച് ഇത് UP-യിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, ഒരു ഹിന്ദു സംഘടന നടത്തുന്ന ഒരു സ്കൂളിലായിരുന്നെങ്കിൽ എന്തൊക്കെ കോലാഹലം ഇവിടെ നടന്നേനെ അല്ലേ? ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, സകലമാന BJP-യെ പിരിച്ചുവിടണം അല്ലേ? എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉടനെ പൊക്കി പിടിച്ചുകൊണ്ട് ഓടും 10 ലക്ഷം രൂപയായിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് സഹായധനം പ്രഖ്യാപിച്ചുകൊണ്ട്. ഇവിടെ കടം കയറി മുടിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഈ മാസം എങ്ങനെ ശമ്പളം കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് ധനമന്ത്രി തല പുകഞ്ഞു എന്താ പറയുക, വെകളി പിടിച്ച് ഓടുകയാണ്. ഖജനാവിൽ 5 പൈസ ഇല്ല, പൂച്ച പറ്റി കിടക്കുകയാണ്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പം ലക്ഷക്കണക്കിന് രൂപയായിട്ട്, തുർക്കിക്ക് ഭൂകമ്പം വന്നപ്പോൾ 10 കോടി രൂപയായിട്ട് ഓടിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ ശിഷ്യനല്ലേ ജോൺ ബ്രിട്ടാസ്? ആ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ജോൺ ബ്രിട്ടാസിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്നത് വലിയ ഒരു എന്താ പറയുക, ഒരു മണ്ടത്തരമാണ്. ഇനി ബ്രിട്ടാസിനോട് ഞാൻ വേറൊരു കാര്യം പറയാം. പണ്ട് ഈ ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോമോ കെനിയാട്ട, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ ആശുപത്രി തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കെനിയാട്ട പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ആഫ്രിക്കയിലേക്ക് കടന്നു വരുന്ന ഒരു കാലം, അന്ന് ഞങ്ങളുടെ കയ്യിൽ ആഫ്രിക്കയിലെ ഭൂമി മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ്, അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളുടെ കയ്യിലാണ്, വനവാസികളുടെ കയ്യിലാണ്. അവരിവിടെ ബൈബിളുമായിട്ട് വന്നു. അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പം ബൈബിള് ഞങ്ങളുടെ കയ്യിലായി, ഭൂമി മുഴുവനും അവരുടെ കയ്യിലായി. ഇതല്ലേ സത്യത്തിൽ ലോകം എങ്ങും നടക്കുന്നത്? ഇതിനെക്കുറിച്ച് എന്താ, ഈ കെനിയാട്ട പറഞ്ഞതിനെക്കുറിച്ച് എന്താ ജോൺ ബ്രിട്ടാസിന് പറയാനുള്ളത്? അത് വെറും ഒരു ജൽപ്പനമാണോ? അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഓടിപ്പോയിരിക്കുന്ന എന്തിനാണ്? കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കുറേ ക്രിസ്ത്യാനികളുടെ വോട്ട് അടിച്ചു മാറ്റിയെടുക്കണം. അവിടെ നടന്ന നിയമലംഘനം എന്താണെന്നും അതിന്മേൽ എങ്ങനെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചതെന്നും എന്തിന് പറയുന്നു? ആ കേസിൻ്റെ FIR-ൻ്റെ കോപ്പി പോലും ഇതുവരെ ആരും പുറത്തു വിട്ടിട്ടില്ലല്ലോ. എന്താ ഈ മാധ്യമങ്ങൾക്കെല്ലാം? കഴിഞ്ഞ ദിവസം നമ്മളെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരിയാണല്ലോ, ഈ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ FIR-ൻ്റെ നമ്പർ കിട്ടിയാൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു പോലീസുകാരനോട് ചോദിച്ചാൽ ആ FIR-ൻ്റെ നമ്പർ കൊടുക്കും. ഈ കേസ് ഇത്രയോ ആയല്ലോ. എന്തായാലും ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരുടെ കയ്യിൽ ഈ നമ്പർ ഉണ്ടാവുമല്ലോ, FIR-ൻ്റെ കോപ്പി ഉണ്ടാവുമല്ലോ. എന്തേ അതൊന്നും പുറത്തു വിടുന്നില്ല? അപ്പോൾ ആ FIR പുറത്തു വിട്ട കള്ളി വെളിച്ചത്ത് വരും. ഈ കള്ളം പൊളിയും, ഈ വ്യാജ പ്രചാരണം പൊളിയും. അവരവിടെ എന്താണ് ചെയ്തതെന്നും പോലീസ് എങ്ങനെയാണ് ആ കേസെടുത്തതെന്നും എന്തുകൊണ്ട് ഈ വകുപ്പുകൾ ഇട്ടു എന്നും ഒക്കെ ആ FIR-ൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് FIR പുറത്തു വിടാത്തത്. ബ്രിട്ടാസിന് ധൈര്യമുണ്ടെങ്കിൽ ആ FIR ഒന്ന് പുറത്തു വിടും. നിങ്ങളുടെ പാർട്ടിക്കും ഉണ്ടല്ലോ ഒരു ചാനൽ, നിങ്ങൾ ധൈര്യമായിട്ടത് പുറത്തു വിടും. ആ FIR-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംഘപരിവാർ ബജറംഗ് ദൾ പോലീസിനെ സ്വാധീനിച്ച് കള്ളത്തരങ്ങളെല്ലാം എഴുതി കയറ്റിയെന്ന് പറഞ്ഞോളൂ. എന്നാലും നമുക്ക് FIR പുറത്ത് കിട്ടുമല്ലോ.
ആ FIR-ൻ്റെ കാര്യങ്ങൾ, FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കണ്ണിൽ പൊടിയിടുകയാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പരിപാടിയാണ് ഈ ഇടതുപക്ഷ MP-മാർ നേതാക്കളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ബ്രിട്ടാസാണ്. ബ്രിട്ടാസിന് അറിയാം ഇനി ബംഗാളിൽ വിതച്ചിട്ട് കാര്യമില്ല, അവിടെ ഇനി ഒരു കൃഷിയും അവിടെ നടക്കില്ല. പിന്നെ ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് കുറേ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങിച്ചെടുക്കും. ഈ മന്ത്രവാദം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നല്ലോ ബ്രിട്ടാസെ. ഈ എന്താ പറയണ്ട, ബിരിയാണിയിലും ഇതിലുമൊക്കെ പിന്നെ തുപ്പി ഹലാലാക്കുന്ന പ്രക്രിയയെക്കുറിച്ച് പറയാൻ ബ്രിട്ടാസിന് ധൈര്യമുണ്ടോ? അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പോയി അവിടെ ഒരു ആശുപത്രി തുടങ്ങും. പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരണ്ടേ? അതേപോലെ തന്നെ മരുമകന്റെ മുഖത്ത് നോക്കണ്ടേ? അതെ അതെ അതെ. ഈ പറയുന്ന ആൾക്കാരൊക്കെ അതായത് പ്രസവിക്കാൻ ആശുപത്രിയിൽ പോകരുത്, വീട്ടിൽ പ്രസവിക്കണമെന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് പോയിട്ട് അവിടെ ഒരു ആശുപത്രി തുറന്ന് കാണിക്കൂ ബ്രിട്ടാസെ. ഈ കന്യാസ്ത്രീകളെ കൊണ്ട് അവിടെ ഒരു ആശുപത്രി തുറപ്പിക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തരം അന്ധവിശ്വാസത്തെയും നമ്മൾ എതിർക്കണമല്ലോ. ശരിയാണ്, ഛത്തീസ്ഗഡുകാരെല്ലാം ആശുപത്രി ഇല്ലാതുകൊണ്ടായിരിക്കും വീട്ടിൽ പ്രസവിക്കുന്നത്. ഈ പറയുന്നത് പോലെ താങ്കൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള, അതായത് രോഗം വന്നാൽ ചികിത്സിക്കില്ല, അക്യുപഞ്ചർ ചികിത്സയുമായിട്ട് വീട്ടിലിരിക്കും, ക്യാൻസറിന് പോലും ചികിത്സിക്കില്ല. ഇങ്ങനത്തെ ആൾക്കാർ ഇന്നിപ്പോൾ ഒരുപാടുണ്ട്. അതും ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഇടയ്ക്ക് ചെന്ന് അവിടെ ഈ പറഞ്ഞതുപോലെ പുതിയ ആശുപത്രിയൊക്കെ ഇവരെ കൊണ്ട്, കന്യാസ്ത്രീകളെ കൊണ്ടും ക്രിസ്ത്യൻ മിഷണറിമാരെ കൊണ്ടും ഒക്കെ പുതിയ ആശുപത്രി തുറപ്പിക്കൂ. എന്നിട്ട് അതിന് CPM സംരക്ഷണം കൊടുക്കൂ. അതിന് ജോൺ ബ്രിട്ടാസ് MP, രാജ്യസഭാ MP എന്നുള്ള നിലയ്ക്ക് എല്ലാ പിന്തുണയും നൽകൂ. നല്ല കാര്യം. അതൊന്നും ചെയ്യാതെ ബ്രിട്ടാസ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഈ ഇരട്ടത്താപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ല. ബംഗാളിൽ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു കൃഷിയും നടക്കില്ല. അവിടെ ഒരു വശത്ത് മമതയും മറുവശത്ത് BJPയുമാണ്. അവിടെ പറഞ്ഞ പോലെ ദേശസ്നേഹികളായ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ. അതിനെ 35 കൊല്ലം ഭരിച്ച് മൂടിപ്പിച്ച് നശിപ്പിച്ച് കൈ കൊടുത്തു ആ ബംഗാളിനെ. ദാരിദ്ര്യത്തിൽ നിന്ന് കൊടും ദാരിദ്ര്യത്തിലേക്ക് ബംഗാളിനെ തള്ളിവിട്ടത് 35 വർഷത്തെ ഇടത് ഭരണമാണ്, CPM ഭരണമാണ്. അതിന് ചുക്കാൻ പിടിച്ച ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ എന്താ പറയുക, ഛത്തീസ്ഗഡിൽ പോയിട്ട് ഈ ഗീർവാണമൊക്കെ അടിക്കുന്നത്. എന്തായാലും കൊള്ളാം. ബ്രിട്ടാസിന് നല്ല ഭാവിയുണ്ട്. കേരളത്തിൽ അദ്ദേഹം ഒരു പക്ഷേ പിണറായി വിജയൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മരുമകനൊരു വെല്ലുവിളി ആകുമെങ്കിലും ഈ പറഞ്ഞതുപോലെ പരമാവധി ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് ബ്രിട്ടാസിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെയാണ്. അതിൽ കൂടുതലായിട്ട് നമുക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിക്ക് പോകും. നമുക്ക് ഒരു അപേക്ഷയുള്ളത് പിന്നെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെ ഇട്ട FIR ഒന്ന് പുറത്തു വിട്ടാൽ അത് ഒന്ന് കിട്ടുമെങ്കിൽ, ആ നമ്പരെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ FIR-ൽ എന്താണ് പറയുന്നത്, ഈ ഛത്തീസ്ഗഡിലെ ബജറംഗ് ദളിൻ്റെ പോലീസ് എന്തൊക്കെ ആണ് അതിനകത്ത് എഴുതി കയറ്റിയിരിക്കുന്നതെന്നെങ്കിലും നമുക്കൊന്ന് അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.